നെക്സ്റ്റ് നമുക്ക് ഹെമറോയിഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെമറോയിഡ്സ് ആർ ഡൈലേറ്റഡ് വേരിക്കോസ് വെയിൻസ് ഓഫ് ഏനൽ കനാൽ. അതായത് ഏനൽ കനാലിലുള്ള വേരിക്കോസ് വെയിൻ്റെ ഡയലേഷൻ ആണിത്. വളരെ കോമൺ ആയിട്ട് മെന്നിലാണ് ഇത് കാണുന്നത്. ഇനിയും ഹെമറോയിഡ്സ് 3 ടൈപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ ഹെമറോയിഡ്സ്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആൻഡ് പ്രൊലാപ്സ്ഡ്. അതായത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഹെമറോയിഡ്സിനെ കാണാൻ സാധിക്കില്ല. സോ ദേ ആർ സീൻ എബവ് ദി ഏനൽ ഫിൻസർ. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഹെമറോയിഡ്സിനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള ഹെമറോയിഡ്സ് ഇറപ്ച്വേർഡ് ഓർ ഇൻഫ്ലെയിംഡ് ആയിരിക്കും. ഇനി നമുക്ക് കോസസ് ഓഫ് ഹെമറോയിഡ്സ് നോക്കാം. പ്രൈമറി കോസസ് എന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. അതുപോലെ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ, അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോൾ, വീനസ് പ്രഷർ കൂടുമ്പോൾ, റെക്ടൽ ഇറിറ്റേഷൻ, ഇതൊക്കെയാണ് നമുക്ക് കോസസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻ്റ് ഈസ് അഡ്വൈസ്ഡ് ടു ടേക്ക് സിപ്സ് ബാത്ത്. ഡെയിലി 4 ടൈംസ് നമുക്ക് സിപ്സ് ബാത്ത് എടുക്കാം. അതുപോലെ റെക്ടൽ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ഐസ് പാക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ ടോപ്പിക്കൽ ആയിട്ടുള്ള അനസ്തെറ്റിക്സ് കൊടുക്കാം. പിന്നെ പേഷ്യൻറ്റിനോട് കംഫർട്ടബിൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറയുക. കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ഡെഫിസിറ്റ് ചെയ്യാതിരിക്കാൻ പറയുക. അതുപോലെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഹൈ ഫൈബർ ഡയറ്റ് നമുക്ക് അഡ്വൈസ് ചെയ്യാം പേഷ്യൻറ്റിനോട് ഒരുപാട് ഫ്ലൂയിഡ്സ് എടുക്കാനായിട്ട് പറയുക. ദാറ്റ് വിൽ എൻഹാൻസിങ് ഡെഫിസേഷൻ പ്രോസസ്. ഇത്രയാണ് മെഡിക്കൽ മാനേജ്മെൻറ്റിലുള്ളത്. ഇനി സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് വരികയാണ് എങ്കിൽ കോമൺ ആയി ചെയ്യുന്നത് ഹെമറോയിഡ് എക്ടമിയാണ്. അതായത് റിമൂവൽ ഓഫ് എൻറ്റയർ ഹെമറോയിഡ്സ്. അതുകൂടാതെ ബാൻഡ് ലിഗേഷൻ, സർക്കുലർ സ്റ്റാപ്ലിങ് ആൻഡ് സ്ക്ലീറോതെറാപ്പി, ഇതൊക്കെയാണ് നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുക. പേഷ്യൻറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ റൈറ്റ് സൈഡ് ലൈൻ പൊസിഷൻ. പിന്നെ സിപ്സ് ബാത്ത് കണ്ടിന്യൂ ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറയുക. അതുപോലെ തന്നെ ഐസ് പാക്ക് വെക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഇതിൽ വരുന്നത് യൂറിനറി റിട്ടൻഷൻ ആണ്. സോ പേഷ്യൻറ്റ് ഷുഡ് ബി മോണിറ്റർ ഫോർ എനി ടൈപ്പ് ഓഫ് യൂറിനറി റിട്ടൻഷൻ. എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണ് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടുക. മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. അതുപോലെ ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഫൈബർ ഡയറ്റ് വേണം നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ. അതുപോലെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പെപ്റ്റിക് അൾസർ. ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് അൾസറേഷൻ. ഇതിലും ഈസോഫാഗസിലും ഇത് ഉണ്ടാകാറുണ്ട്, സ്റ്റൊമക്ക് ഡ്യൂഡനത്തിലും ഉണ്ടാകാറുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് ഇത് കാണുന്നത് ഗ്യാസ്ട്രിക് അൾസർ ആണ്. അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് അൾസർ എന്താണെന്ന് നോക്കാം. സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസർ ആണ് ഇത്. സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസൽ ലെയറിലും സബ് മ്യൂക്കോസൽ ലെയറിലും അൾസറേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിനെ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇൻക്രീസ് ഓഫ് സ്ട്രെസ്, അതുപോലെ ചില മെഡിക്കേഷൻ ഇൻടേക്ക്, മെഡിക്കേഷൻ ലൈക്ക് എൻസൈഡ്സ്, ആസ്പിരിൻ, കോർട്ടിക്കൽ സ്റ്റിറോയിഡ്സ്. അതുകൂടാതെ പേഷ്യൻ്റ് ഹാവ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്യാസ്ട്രിക് അൾസർ ഓർ ദ പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് എച്ച് പൈലോറി ആൻഡ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം. സോ ഇതൊക്കെയാണ് റീസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അസസ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഷാർപ്പ് പെയിൻ ഇൻ മിഡ് എപ്പിഗ്യാസ്ട്രിയം, പിന്നെ ബ്ലഡ് ഇൻ വോമിറ്റിംഗ്. ഇത് രണ്ടുമാണ് അസസ്മെൻറ്റിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് ബ്ലീഡിങ്, പെർഫറേഷൻ, സെപ്സിസ്, ഇതൊക്കെയാണ്. ഇനി മാനേജ്മെൻറ്റിൽ വരുന്നത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻ്റ് ആണുള്ളത്. ഫസ്റ്റ്, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുക. ഫസ്റ്റ്, പേഷ്യൻറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ MPO. അസസ് ദ പേഷ്യൻറ്റ് ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ് ലെവൽ, ഇതൊക്കെ മോണിറ്റർ ചെയ്യുക.
പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുക, അസസ് ദ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ. അതുപോലെ പേഷ്യൻറ്റിന് ബ്ലാൻഡ് ഡയറ്റ് നൽകുക, പ്ലെയിൻ ആയിട്ടുള്ള ഫുഡ്സ് ഇൻസ്ട്രക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മെഡിക്കേഷൻസ് നോക്കുകയാണ് എങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ഇറ്റ് റെഡ്യൂസ് സെക്രീഷൻ ഓഫ് ഇൻഹിബിറ്റർ. പിന്നെ നമ്മൾ അൻറ്റാസിഡ് കൊടുക്കാറുണ്ട്, അതായത് അസിഡിറ്റിയെ ഡിക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി ആൻറ്റി കോളിനർജിക്സ് കൊടുക്കാറുണ്ട്, ഗ്യാസ്ട്രിക് മൊട്ടിലിറ്റിയെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇത്രയാണ് മെഡിക്കേഷൻസിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ മ്യൂക്കോസൽ ബാരിയേഴ്സ് പ്രൊട്ടക്റ്റേഴ്സ് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാം. ഇത് ഇറോഷൻ തടയുന്നു. പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡൈൻസ് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് മെഡിക്കേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ ഒരു പോർഷനിൽ നമുക്കിതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.